ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുടിച്ചാ കിട്ടാത്ത കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിലേക്ക് വിനാഗിരിയോ അച്ചാർ പൊടിയോ ഒന്നും ആവശ്യമില്ല. നമുക്കിന്നൊരു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കിയാലോ? വീഡിയോയ്ക്ക് ലൈക്ക് ഇടാൻ മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഇതിനായിട്ട് നമുക്ക് 50 ഗ്രാം ഉലുവ എടുത്തൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. പൈനാപ്പിൾ ചെറുനാരങ്ങ വറവച്ചാറാണ് കേട്ടോ. ഉലുവ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത് അച്ചാർ ഉണ്ടാക്കാൻ. ഇതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ. നല്ല പോലെ മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഒരു കളറിന് വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവ് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇവിടെ അത്യാവശ്യം എരിവ് വേണം, ഞാൻ അപ്പോൾ അത്യാവശ്യം എരിവ് ചേർത്തിട്ടുണ്ട്. മുളക് നല്ല പോലെ മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർക്കുന്നില്ല, പുളിവെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. വിനാഗിരി ഇഷ്ടമുള്ളവർക്ക് ചേർക്കട്ടെ പുളിക്ക് പകരം. വിനാഗിരിയുടെ പുളി പറ്റാത്തവർക്ക് പുളിയുടെ പുളി ആണ് ഏറ്റവും നല്ലത്. പുളിവെള്ളം ചേർത്താൽ നമ്മുടെ അച്ചാറിന് നല്ലൊരു തിക്കുണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ മസാല നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചീരമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെയൊക്കെ ഇതിന് ചീരമുളക് എന്നാണ് പറയാറ്. നിങ്ങളവിടെയൊക്കെ എന്താണെന്ന് അറിയില്ല. ഓരോരോ നാട്ടിലേക്ക് ഓരോ പേരായിരിക്കും. മുളക് മുറിക്കാതെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് 50 ഗ്രാം ഉലുവ ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കായം ഇട്ട് കൊടുക്കാം. ഈ കായമാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത്. കുതിർത്ത് വെച്ച കായം നമുക്കിനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല പോലെ ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് 1/2 കിലോ ചെറുനാരങ്ങയുണ്ട്. ഇത് ഒരാഴ്ച മുന്നേ ഉപ്പിലിട്ട് വെച്ചതായിരുന്നു ഇതിൻ്റെ കയ്പ്പെല്ലാം പോവാൻ. ഇങ്ങനെ ചെയ്താൽ ചെറുനാരങ്ങ കയ്പുണ്ടാകുകയില്ല. നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിൽ 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ അച്ചാറിന് സൂപ്പർ സ്വാദാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. 1/2 കിലോ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ. ഇത് 1/2 കിലോ നാരങ്ങയിലേക്ക് 1/2 കിലോ പൈനാപ്പിൾ എന്നാണ് കണക്കിൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ തുല്യ അളവിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. സൂപ്പർ സ്വാദാണ് കേട്ടോ ഈ അച്ചാറിന്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഇതിലേക്കിനി 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ, അധികം വേവേണ്ട.
അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെറുനാരങ്ങ പൈനാപ്പിൾ വറവ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾ മറക്കരുത്. Thanks for watching.